വളരെ ക്രിസ്പി ആയിട്ടുള്ള ചേന ഫ്രൈ തയ്യാറാക്കി നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയുടെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിത് ഏകദേശം ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് തേച്ച് വെച്ചിരിക്കുന്ന ചേനയുടെ കഷ്ണങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് അതേപോലെ തന്നെ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ 2 വശവും നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം ഇതേ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ചേന ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചേന ഫ്രൈയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പൈസി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ചേന ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലോട്ടൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചേന ഫ്രൈയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ റെസിപ്പികളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം. അതുവരെ ബൈ.